ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ നൊബൽ പീസ് പ്രൈസ് അപ്പോൾ അത് 2025 വെനിസുലയുടെ ഓപ്പോസിറ്റ് പാർട്ടി ലേഡിയാണ്, അവർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ട്രംപ് ഭയങ്കര സങ്കടത്തിലാണ്, നെഞ്ചത്തടിച്ച് കരഞ്ഞ് കിടപ്പിലായി. അതാണ് സംഭവം. ശരിക്കും ഇസ്രായേലിലേക്ക് ഞായറാഴ്ച വരാം എന്ന് പറഞ്ഞിരുന്നതാണ്. ഇപ്പം ഞായറാഴ്ച വരുന്നില്ല, ഇനി തിങ്കളാഴ്ച വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ വരുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയിപ്പം കണ്ടറിയണം. കാരണം വല്ലാത്ത വിഷമത്തിലാണ്. കാരണം ഇത്രമാത്രം ഈ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടും ട്രംപിൻ്റെ ഈ ഒരു സേവനത്തിന് ഒരു രീതിയിലും മൈൻഡ് പോലും ചെയ്യാത്ത അവസ്ഥയിൽ നൊബേൽ സമ്മാനം കൈവിട്ടു പോയിരിക്കുകയാണ്. ഇപ്പം അടുത്ത വർഷത്തേക്ക് നോക്കാം, ഇനി ഉണ്ടല്ലോ 2-3 വർഷം. അപ്പം എന്തായാലും 2025 മരിയ കൊറീന ലേഡി അവർക്കാണ് നൊബേൽ സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഇതിനകത്തും അമേരിക്കയുടെ കളി ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഈ നൊബേൽ സമ്മാനവുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലും അമേരിക്കൻ സൈഡിൽ നിന്നുള്ള ലോബികളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇനി അഥവാ ഡൊണാൾഡ് ട്രംപിന് കൊടുക്കാനുള്ള ആ ഒരു പാനൽ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ വെനിസുലയുടെ ഓപ്പോസിറ്റ് ലീഡറിന് കൊടുത്തതിൻ്റെ പിന്നിൽ ഒരു ദുരൂഹതയുണ്ട് എന്നും കൂടി ചില വാർത്തകളുണ്ട്. അതായത് അമേരിക്ക വെനിസുലയുടെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നിക്കോളാസ് മദുറോവിനെ പൊസിഷനിൽ നിന്ന് താഴെ ഇറക്കണം, അതിനു വേണ്ടിയിട്ടാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ആ ശ്രമിക്കുന്ന കാര്യത്തിലേക്ക് ഒരു പോസിറ്റീവ് പോയിന്റ് എന്നുള്ള നിലയിൽ ഓപ്പോസിറ്റ് ലീഡറിന് ഒരു നൊബേൽ സമ്മാനമൊക്കെ കൊടുത്ത് ആ രാജ്യത്തിനുള്ളിൽ ഒരു പോപ്പുലാരിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ നിക്കോളാസ് മദുറോ എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ എളുപ്പത്തിൽ തന്നെ താഴെ ഇറക്കാൻ പറ്റും എന്ന് അമേരിക്ക കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഒരു കളി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ട്രംപിന് ഇപ്പോൾ നൊബേൽ സമ്മാനം ഇത്തവണ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു അഭിപ്രായം പറയുന്നത് ഖത്തറിന്റെ പ്രൈം മിനിസ്റ്റർ അബ്ദുറഹ്മാൻ അൽത്താനിക്ക് വേണം കൊടുക്കാൻ. കാരണം നിങ്ങൾ നോക്കൂ, ഇറാൻ ഒരു തവണ ഖത്തറിന്റെ ഉള്ളിലേക്ക് ആക്രമണം നടത്തി. പുള്ളിക്കാരൻ വളരെ സമാധാനപൂർവ്വം അതൊക്കെ സഹിച്ചു, അതങ്ങ് വിട്ടു കളഞ്ഞു. അതാണ് സമാധാനം. പിന്നെ ഇസ്രായേൽ ആക്രമണം നടത്തി, എന്താണ് പറഞ്ഞത്? നിങ്ങൾ ജസ്റ്റ് ഒരു ക്ഷമ ചോദിച്ചാൽ മതി, തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ രീതിയിൽ പിന്നെ പ്രതികരിക്കുന്ന ഏത് രാജ്യമാണ് ഇപ്പോൾ ഉള്ളത്? വളരെ ശാന്തസ്വരൂപനായിട്ട് നല്ല രീതിയിൽ പീസ്ഫുള്ളായിട്ട് പോയി ഈജിപ്തിലെത്തി വളരെ ഡെഡിക്കേറ്റീവായിട്ട് വളരെ സമാധാനമായിട്ട് ഇരുന്നുകൊണ്ട് ഒരു അഗ്രസീവ്നെസ് ഒന്നും ഇല്ലാതെ അവർ തീവ്രവാദത്തിന് ഫണ്ട് കൊടുക്കുന്ന ആ രാജ്യം, അതൊക്കെ വേറെ കാര്യം. അതൊക്കെ ഖത്തർ രാജാവിൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഈ രീതിയിൽ ഗാസയിലേക്ക് ഒരു സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹമാസിനും ഇസ്രായേലിനും ഇടയ്ക്ക് ഒരു സമാധാന കരാർ, ആദ്യത്തെ ഒരു പീസ് ഡേ, ഫസ്റ്റ് ഫേസ് സമാധാന കരാർ ഒപ്പുവെക്കാൻ കാരണമായി തീർന്ന അബ്ദുറഹ്മാൻ അൽത്താനിക്ക് വേണം കൊടുക്കാൻ. ട്രംപിനേക്കാളും ഡിസേർവ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അബ്ദുറഹ്മാൻ അൽത്താനിയാണ്. ഇപ്പം ഖത്തർ തീവ്രവാദത്തിലേക്ക് ഫണ്ട് കൊടുക്കുന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയും കൊടുക്കുന്നില്ലേ? അമേരിക്ക US എയ്ഡ് വെച്ചിട്ട് എന്താണ് നടത്തിയത്? ഇപ്പം അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കാൻ പോകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പാകിസ്ഥാൻ ഇതുവരെ സഹായിച്ചിരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പാകിസ്ഥാന്റെ ഇതിന് മുമ്പിരുന്ന എക്സ് പ്രൈം മിനിസ്റ്റർ ഇമ്രാൻഖാൻ ഈ വിഷയം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയ്ക്കും വെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പണിയെടുത്തതെന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഖ്വാജ ആസിഫ്, ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ, അമേരിക്കയിൽ തന്നെ പോയിട്ട് ഒരു മീഡിയയിൽ പ്രസ്താവന പുറത്തിറക്കിയതാണ്. തീവ്രവാദികളെ, മുജാഹിദിനെ സപ്പോർട്ട് ചെയ്ത് തീവ്രവാദികളെ വളർത്തിയത് ഞങ്ങളാണ്, അത് വെസ്റ്റിന് വേണ്ടി ചെയ്തതാണെന്നുള്ളത് തുറന്നു പറഞ്ഞതല്ലേ? അപ്പൊ അങ്ങനെ ആ സ്ഥിതി. അപ്പൊ രണ്ട് ക്രൈറ്റീരിയ നോക്കുമ്പോഴത്തേക്കും അമേരിക്കയും തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ഖത്തറും അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രംപിനേക്കാളും ബെറ്റർ ഡിസേർവ് ഇങ്ങനെ അബ്ദുറഹ്മാൻ അൽത്താനിയാണ്. ആ രീതിയിൽ നമുക്ക് ജെന്യൂൻ ആയിട്ട് തോന്നും. അപ്പൊ എന്തായാലും വെനിസുലയ്ക്കാണ് പോയിരിക്കുന്നത്. അതിലും അമേരിക്കയുടെ ഒരു ഉൾക്കളി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിക്കോളാസ് മദുറോവിനെതിരെ ഒരു പ്രൊപ്പഗൻഡ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ലേഡി അവർ തീർച്ചയായിട്ടും റിസലിയന്റ് ഉള്ള ലേഡിയാണ്. അവർ പല രീതിയിലുള്ള പ്രതിസന്ധികൾ മറികടന്ന് വന്നിട്ടുണ്ട്. നിക്കോളാസ് മദുറോ പോലത്തെ ഒരു വ്യക്തിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് ഇങ്ങനെ ഫൈറ്റ് മുന്നോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമില്ല. അവർക്ക് ആ രീതിയിലുള്ള ബ്രേവറിക്കുള്ള അവാർഡ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. പക്ഷേ സമാധാനത്തിനുള്ള ആ ഒരു പുരസ്കാരം കൊടുക്കാന്ന് പറഞ്ഞാൽ, നൊബേൽ പീസ് പ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിന് വേറെയും കുറച്ച് റീസൺസ് ആവശ്യമുണ്ട്. പക്ഷെ ആ കാരണങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നില്ല. എന്നാലും ട്രംപിന്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ പെറുവിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ലേഡി, അവർക്ക് അപ്രൂവൽ റേറ്റിംഗ് വെറും 4% മാത്രമാണ്. പാർലമെന്റിൽ അവരെ പിന്നെ അവിശ്വാസ പ്രമേയം പാസ്സാക്കി 4% മാത്രമാണ് അവർക്ക് അപ്രൂവൽ റേറ്റ് ഉള്ളത്. അപ്പോൾ അവരെ പുറത്താക്കിയിരിക്കുകയാണ്. പെറുവിന്റെ പ്രസിഡന്റിനെ പുറത്താക്കിയിരിക്കുകയാണ്. അവർ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഫിലിപ്പൈൻസിൽ ഒരു എർത്ത് ക്വേക്കാണ് ഇന്ന് രാവിലെ സംഭവിച്ചതാണ്. അപ്പോൾ അതിനെ തുടർന്ന് സുനാമിയുടെ മുന്നറിയിപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എർത്ത് ക്വേക്കിന്റെ നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. ജസ്റ്റ് ഇന്ന് രാവിലെയാണ് ഈ ഒരു എർത്ത് ക്വേക്ക് സംഭവിച്ചത്. അപ്പോൾ ഈ സുനാമിയുടെ മുന്നറിയിപ്പ് കിട്ടിയതോടുകൂടി തീരപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട് ഫിലിപ്പൈൻസിൽ. അത് കഴിഞ്ഞാൽ നമ്മളെ യൂറോപ്പിലെ ബെൽജിയത്തിന്റെ പ്രൈം മിനിസ്റ്ററിനെതിരെ ഒരു പ്ലോട്ട്. ഈ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ തട്ടിക്കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലോട്ട്. ഈ പ്ലോട്ട് ഈ തീവ്ര നിലപാടുള്ള ജിഹാദിന്റെ ഭാഗമായിട്ട് ISIS ആണ് ഈ ഒരു പ്ലോട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഇതിനെ ബെൽജിയത്തിന്റെ
ഒരു സെക്യൂരിറ്റി വിങ് വളരെ കൃത്യമായിട്ട് ഇതിനെ കണ്ടെത്തി. പുള്ളിക്കാരൻ കാറിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഡ്രോൺ വെച്ച് ആക്രമണം നടത്തി കൊലപ്പെടുത്താം എന്നാണ് തീരുമാനിച്ചിരുന്നത്. അപ്പൊ ഈ പ്ലോട്ട് ഇപ്പം റിവീൽ ആയിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടെത്തിയതിൽ ബെൽജിയം ഇന്റലിജൻസ് സെക്യൂരിറ്റി വിങ്ങിന് വളരെയധികം അപ്രിസിയേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു പ്ലോട്ട് സക്സസ്ഫുൾ ആയിട്ട് നടന്നിരുന്നുവെങ്കിൽ ഇതും കൂടി റഷ്യയുടെ തലയിൽ പോയിരുന്നേനെ. അത് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. കാരണം യൂറോപ്പിൽ ഒന്നാമത് ഈ ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ്. ചില തീവ്ര നിലപാടുള്ള ഇതേപോലത്തെ സംഘടനകളും ഡ്രോൺ വാങ്ങി കൃത്യമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. റഷ്യക്ക് പുറമെ യൂറോപ്പിന് വേറെയും ഭീഷണിയുണ്ട്. ആ ഭീഷണി ഈ റെഫ്യൂജികളോ ഈ ISIS എന്ന് പറഞ്ഞ ഈ സിറിയ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ അറബ് വസന്തത്തിന്റെ സമയത്ത് കയറിപ്പോയ കുറെ ആൾക്കാരുണ്ട്. ബോട്ടിൽ കയറി അങ്ങ് എത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. ആ രീതിയിലുള്ള സംഘടനകളും അവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തുർക്കിയിൽ നിന്നും ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഞെട്ടിപ്പിക്കുന്ന പറഞ്ഞാൽ സിനി ഫീൽഡ്, തുർക്കിയിലെ സിനിമാ മേഖല മൊത്തം 90% മറ്റേ മരുന്നിന് അടിമകളായിട്ടിരിക്കുകയാണെന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. പല സിനിമാ ഫീൽഡിലുള്ള ഹീറോയിൻസ്, അതായത് ആക്ട്രസ് ഇവരെയൊക്കെ തന്നെ പരിശോധിച്ചപ്പോഴത്തേക്കും, ഇവരുടെയൊക്കെ മൂത്രം പരിശോധിച്ച സമയത്ത് അതിലെല്ലാം തന്നെ 90% ഇതിന്റെ പ്രസിപ്പിറ്റേഷൻസ് ഉണ്ടായിരുന്നാണ് പറയുന്നത്. ആ രീതിയിൽ ഈ മരുന്ന് തകൃതിയായിട്ട് തുർക്കിയിൽ മൊത്തത്തിൽ കിടന്നങ്ങ് അർമാദിക്കുകയാണ്. അതാണ് സംഭവം. അപ്പൊ ഈ രീതിയിൽ ഇവർക്ക് എന്തുകൊണ്ടാണ് തുർക്കിക്കുള്ളിൽ ഇത്രമാത്രം ഈ ഒരു മരുന്നിന്റെ ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല റീസണാണ് പറയുന്നത്. ഫ്രസ്ട്രേഷൻസ്, സ്ട്രെസ്, ഡിപ്രഷൻ, പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം അവസ്ഥ വളരെ ഗുരുതരമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പൈസ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഈ പണം കൂടുതൽ വന്നു കഴിയുമ്പോൾ, അതായത് ചെറിയ പ്രായത്തിൽ പണം വരുന്നു, വലിയ പ്രായത്തിൽ പണം വരുന്നു എന്നുള്ളതിലുപരിയായിട്ട് ഈ പണം കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളതിലുപരിയായിട്ട് പണം ഇവരെ നിയന്ത്രിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് അവരുടെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ധാരണയില്ലാണ്ട്, അതുപോലെ തന്നെ അവരുടെ ഫ്യൂച്ചർ ജനറേഷനെ കുറിച്ചും ഒരു ധാരണയില്ലാണ്ട്, അതായത് അവരെയും നശിപ്പിച്ചുകൊണ്ട് അവരുടെ അടുത്ത തലമുറയും നശിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളിലേക്ക് പോവുകയാണ്. പാകിസ്ഥാൻ കാബൂളിന്റെ ഉള്ളിലേക്ക് ചെന്നൊരു ആക്രമണം. ഈ ആക്രമണം എന്തിനാണെന്ന് പറഞ്ഞാൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാന്റെ ബോർഡർ ക്രോസ് ചെയ്ത് ആ ഒരു ഏരിയയിൽ ഒരു ക്യാമ്പ് കുറാം എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ഒരു മിലിറ്ററി ആർമി ക്യാമ്പിന്റെ ഉള്ളിൽ കയറി തെഹ്രീക്ക് താലിബാനികൾ ആക്രമണം നടത്തി 11 പാക് ആർമി ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു സീനിയർ മോസ്റ്റ് കമാൻഡർ വരെ ഉണ്ട്. ഈ വാർത്ത നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ത്തിന്റെ ഉത്തരവാദികൾ ഈ കാബൂൾ എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവര് ഈ തെഹ്രീക്ക് താലിബാനികൾ എന്ന് പറഞ്ഞ ഈ ഖൈബർ പഖ്തൂൺഖ മേഖലയിലുള്ള ഇവരെ ആക്രമിക്കുന്നതിന് പകരം ഇവർ നേരെ കാബൂളിൽ ചെന്ന് ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പോയി ആക്രമണം നടത്തിയത്. പക്ഷേ അത് റോങ് പ്ലേസ് ആണെന്നാണ് പാകിസ്ഥാന്റെ ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ തെഹ്രീക്ക് താലിബാനികളുടെ ആസ്ഥാനത്ത് അവരുടെ ലീഡർ ഇയാളാണ്. ഈ ഫോട്ടോ ഞാൻ കാണിക്കുന്നുണ്ട്. കണ്ട ഫുൾ ടൈം ഇയാൾ കണ്ണാടി വെച്ചിട്ടുണ്ട്. കണ്ണാടി ഊരത്തേൽ എന്നാണ് പറയുന്നത്. കാരണം കണ്ണാടിയോട് അത്രമാത്രം പ്രേമമുണ്ട് അയാൾക്ക്. അപ്പോൾ തന്നെ കണ്ണാടി ഫുൾ ടൈം അയാൾ വെച്ചുകൊണ്ടിരിക്കും. ഉറങ്ങുമ്പോഴും കണ്ണാടി ഊരില്ല. അപ്പോൾ ഈ വ്യക്തി അപ്പോൾ എന്തായാലും മാസ് ലുക്കാണ്, കണ്ണാടിയൊക്കെ വെച്ച് പൊളിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പുള്ളിക്കാരൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാൻ നിങ്ങൾക്ക് തെറ്റുപറ്റി. തെഹ്രീക്ക് താലിബാനികൾ പറഞ്ഞാൽ ഞങ്ങളാണ് അവിടെ ധീരതയോട് വന്ന് പാകിസ്ഥാൻ ആർമിയിൽപ്പെട്ട 11 പേരെ തട്ടിക്കളഞ്ഞത്. ഞങ്ങൾക്കൊരു 3 പേര് നഷ്ടപ്പെട്ടു, അത് വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ ദൗത്യം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏത് അറ്റം വരെയും പോകും. നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, ഞങ്ങൾ ഉടനെ തന്നെ വരുന്നുണ്ട്. അടുത്തടുത്ത ക്യാമ്പുകളിലായിട്ട് ഞങ്ങൾ വന്ന് കയറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഡയറക്റ്റ് ഭീഷണി. ഈ ആക്രമണത്തിന്റെ പുറകിലും ഇന്ത്യയുടെ പിൻബലമുണ്ട്, ഇന്ത്യയാണ് ഇതിന്റെ പുറകിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലിഗേഷൻ വീണ്ടും. പക്ഷെ അതിനെ വളരെ കൃത്യമായിട്ട് തന്നെ പാകിസ്ഥാന്റെ ഉള്ളിലുള്ള തെഹ്രീക്ക് താലിബാന്റെ ലീഡേഴ്സ് തന്നെ അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയൊന്നും ഇതിനകത്തില്ല, ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നസെന്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ജനങ്ങളുടെ മേളിൽ എയർ സ്ട്രൈക്ക് നടത്തി അവരെ കൊലപ്പെടുത്തിയതിന്റെ പകരമായിട്ടാണ് ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കുന്നത്. ഇനിയും ഞങ്ങൾ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിപ്പം തെഹ്രീക്ക് താലിബാനികളെ വെച്ചിട്ട് പാകിസ്ഥാന്റെ ആർമിയെ കൈകാര്യം ചെയ്യേണ്ട ആവശ്യം ഇന്ത്യക്കില്ല. ഇനി അഥവാ തീവ്രവാദികൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അതിന് യുക്തിയുണ്ട്, കേൾക്കാനും കുറച്ച് വിശ്വാസയോഗ്യമായിട്ടുള്ള വാർത്തയായിട്ട് തോന്നും. അല്ലാതെ ഇന്ത്യ ഈ രീതിയിലുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ അത് ഒട്ടും വിശ്വാസയോഗ്യമല്ല. അതുപോലെ പാകിസ്ഥാന്റെ ഉള്ളിൽ തെഹ്രീക്ക് ലബൈക്ക് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ഗാസ ജനങ്ങളെ മുൻനിർത്തി ഹമാസിനെ പറ്റിച്ചു അമേരിക്ക എന്നാണ് ഈ ഒരു തെഹ്രീക്ക് ലബൈക്ക് എന്ന് പറഞ്ഞ ഈ പാകിസ്ഥാനി സംഘടന. ഇതും തീവ്രവാദ സംഘടന തന്നെയാണ്. അവര് സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിരിക്കുന്നത് അമേരിക്കക്കെതിരെ. ഇവര് പാകിസ്ഥാന്റെ ഉള്ളിൽ അമേരിക്കൻ കൗൺസിലേറ്റിനെതിരെ പ്രകടനവും നടത്തിയിട്ടുണ്ട്, പ്രതിഷേധ പ്രകടനം. അതുപോലെ യമനികൾ താക്കീത് ചെയ്തിട്ടുണ്ട്. യമനികൾ, അതായത് നിങ്ങൾ പറഞ്ഞതുപോലെ വാക്കനുസരിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വരും, അപ്പൊ ഞങ്ങൾ ഇവർ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നാണ് യമനികൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതൊക്കെ സൈഡിൽ നിന്നാണ് ഭീഷണി വരുന്നത് നോക്കൂ. അതായത് ഈ ഒപ്പുവെച്ച് ഫേസ് 1 എന്ന് പറഞ്ഞ ആ ഒരു ഡീൽ ഒപ്പുവെച്ച ദിവസം തൊട്ട് വിശ്വാസമില്ല. ഇസ്രായേൽ എങ്ങാനും പുറകിലോട്ട് പോകുമോ, ബന്ദികളെ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മേൽക്കോയ്മ നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ദികളെ മൊത്തത്തിൽ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹമാസിന് ഒരു റോളൊന്നും ഇല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് യാഥാർത്ഥ്യമാണ്. അവർ പേടിക്കുന്നതിൽ കാര്യമുണ്ട്, ഇല്ലാതില്ല. കാരണം ബന്ദികളെ മൊത്തത്തിൽ മോചിപ്പിച്ചു കഴിഞ്ഞാൽ
പിന്നീട് ഇസ്രായേലിന്റെ കൈ സ്ട്രോങ് ആകുകയാണ്. സ്ട്രോങ് മീൻസ് എല്ലാ തരത്തിലും, അത് അറ്റാക്കിംഗ് മോഡിലാണ് ഇത്ര നാളും അവർ അഗ്രസീവായിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ള രീതിയിലല്ലാണ്ട് മൊത്തത്തിൽ തന്നെ ഇസ്രായേലിന് ഡോമിനേഷൻ വരികയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്നു എങ്കിൽ, ഈ ബന്ദികളെയൊക്കെ മോചിപ്പിച്ചതിന് ശേഷം ഇസ്രായേൽ ആക്രമണം നടത്തുന്നു എങ്കിൽ അത് ഇസ്രായേലിന് ദോഷം ചെയ്യും. അതായത് ആഗോളതരത്തിൽ. കാരണം ബന്ദികളെല്ലാം മോചിപ്പിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ആക്രമണം നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതായിരിക്കും ഗ്ലോബൽ നിലപാട്. അപ്പം പണ്ടത്തിനേക്കാളും കൂടുതൽ സ്ട്രോങ് ആയിട്ട് തന്നെ ഇസ്രായേലിനെതിരെ പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഈ ഹമാസിനെ നിർവീര്യമാക്കുക എന്നുള്ളതിൽ ഇസ്രായേൽ വിജയം കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടേ പറ്റൂ. കാരണം വേറെ ഒന്നുമില്ല, ഇന്ന് ഇസ്രായേലിന്റെ ഉള്ളിൽ ഇത്താമർ ബെൻഗിവർ, സെക്യൂരിറ്റി മിനിസ്റ്റർ, പുള്ളിക്കാരൻ ഈ നെസറ്റിൽ മീറ്റിംഗ് നടക്കുമ്പോഴത്തേക്കും അവിടെ അമേരിക്കൻ പ്രതിനിധികളായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ഒബ്സർവർ. ഈ ഒബ്സർവർ കമ്മിറ്റി എന്ന് പറയുന്നത് അമേരിക്കയിലെ സ്റ്റീവ് വിറ്റ്കോഫ്, ജെറാദ് കുഷ്നർ, ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം ട്രംപ് ഇസ്രായേലിലേക്ക് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരിപ്പോൾ സ്റ്റീവ് വിറ്റ്കോഫ് പോലത്തെ ആൾക്കാരൊന്നും ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകുന്നില്ല, അവരിപ്പോൾ ഇസ്രായേലിലാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ ഇസ്രായേലിൽ ഈ ഒരു ബന്ദിമോചനം കാത്തിരിക്കുകയാണ്. അതിലൊരു രീതിയിലുള്ള പാളിച്ചകളും വരാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ. ഇപ്പൊ ശരിക്കും ഈ ഒരു നൊബൽ സമ്മാനം ട്രംപിന് കിട്ടാതെ പോയതിന് അവർക്കൊക്കെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. ഇസ്രായേലൊക്കെ ഇതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. ഗാസയ്ക്കുള്ളിൽ പ്രത്യേകിച്ച് 200 അമേരിക്കൻ സോൾജേഴ്സിനെ കൊണ്ടുവരികയാണ്. ഇത് കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഇത്താമിർ ബെൻഗിവർ ചോദിച്ചായിരുന്നല്ലോ, അതായത് ഞങ്ങളിങ്ങനെ തീവ്രവാദികളായിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങളുടെ സോൾജേഴ്സിനെ തന്നെയല്ലേ ഞങ്ങൾ വിട്ട് ഇനിയിപ്പോൾ അതിനെ ചെറുത്ത് നിൽക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭീഷണി ഞങ്ങൾക്ക് തന്നെയല്ലേ ഉള്ളത്. അപ്പോൾ ഇതിന് അമേരിക്കയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള ചർച്ചയൊക്കെ അവിടെ ഉണ്ടായി. അമേരിക്ക പ്രാഥമികമായിട്ട് 200 പേരെ അവിടെ ഡിപ്ലോയ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു 500 പേര്, അങ്ങനെ പതിയെ അമേരിക്കൻ ട്രൂപ്പ് ഗാസയ്ക്കുള്ളിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 വിധത്തിൽ നമുക്കിതിനെ കൺക്ലൂഡ് ചെയ്യാം. ഒന്ന്, അമേരിക്കയുടെ ഗാസ റിവേരിയ പ്ലാൻ അതുമായിട്ട് ബന്ധപ്പെട്ടതും. രണ്ടാമത്, ഗാസയ്ക്കുള്ളിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹമാസിനെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ആ പ്രവർത്തികൾക്ക് വേണ്ടിയിട്ടും, അഥവാ അറബ് രാജ്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിരിക്കുന്നത്, അതായത് അവിടുത്തെ കാര്യങ്ങളൊക്കെ എയ്ഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ 600 എയ്ഡ് ട്രക്കുകളൊക്കെ വരുന്നുണ്ടോ, അവിടുത്തെ ആൾക്കാർക്ക് എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 പേരെയും 3 രീതിയിൽ, ഇസ്രായേലിനുള്ളത് ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട്, അത് ഹമാസിനെ ഞങ്ങൾ റെഡിയാക്കി തരാം എന്നുള്ള രീതിയിൽ ഇസ്രായേലിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അറബ് രാജ്യങ്ങളെ ഗാസ ജനങ്ങൾക്കുള്ള ആ ഒരു റീകൺസ്ട്രക്ഷൻസ്, അതേപോലെ തന്നെ അവരുടെ മെഡിക്കൽ എയ്ഡ്, അവർക്ക് കിട്ടേണ്ട എയ്ഡ് ട്രക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ഡെലിവറി, ഇതൊക്കെ തന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായിട്ടുള്ള ലക്ഷ്യബോധമുണ്ട്, അതായത് അവിടുത്തെ ട്രംപിൻ്റെ ഗാസ റിവേരിയ പ്ലാൻ. അപ്പോൾ ഈ ട്രൂപ്പ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ളതിൻ്റെ ഒരു ശരിയായ വിവരം കുറച്ചുകൂടെ കഴിഞ്ഞ് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹമാസിന്റെ ഈ ഒരു സംശയം, അതായത് എങ്ങനെയെങ്കിലും ഈ ഒരു ബന്ദിമോചനം നടക്കണം, അപ്പോൾ അതുകൊണ്ട് ട്രംപ് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഹമാസിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കില്ല, എന്താണോ ഡീലിൽ പറഞ്ഞത് ആ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഫേസ് 1 നിങ്ങൾ വിശ്വസിച്ച് ഈ ബന്ദിമോചനം നടത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ബന്ദിമോചനം നടത്താതെ വേറെ ഓപ്ഷൻ ഇല്ല ഹമാസിന്. 3 ഓപ്ഷനുകളിലാണ് ഹമാസ് ലോക്കായിരിക്കുന്നത്. 1, ഈ ബന്ദികൾ ഒരു ബാധ്യതയാവുന്നു എന്നുള്ളത് നമ്പർ 1. 2, ഇസ്രായേൽ ഓൾറെഡി തന്നെ ഇവരുടെ ക്ലോസസ്റ്റ് ഏരിയ, അതായത് ഒരുവിധപ്പെട്ട ഏരിയ എല്ലാം അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി കൂടുതൽ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ഹമാസിന്റെ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ യങ്സ്റ്റേഴ്സ് ഉണ്ട്, അവർ വരെ കൊല്ലപ്പെടും. അതാണ് ഇപ്പൊ നിലവിലെ സാഹചര്യം. അത് കഴിഞ്ഞാൽ 3ാമത് മൊസാദിന്റെ പേടി. ഇവരെ ലോകത്ത് ആഗോളതലത്തിൽ എവിടെ പോയി ഒളിച്ചിരുന്നാലും അവരെ തേടി മൊസാദിന്റെ കണ്ണുകൾ എത്തും. ഈ ചാരക്കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ. അപ്പൊ അതുകൊണ്ട് എവരിഡേ അവർ ഉറങ്ങുന്നത് തന്നെ പേടിച്ചിട്ടാണ്. അതാണ് ഇപ്പൊ നിലവിലെ സാഹചര്യം. പ്രത്യേകിച്ചും ഖത്തറിലേക്കുള്ള ആക്രമണത്തിന് ശേഷം ഭയങ്കര ഭീതിയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഹമാസ് ഇങ്ങനെ ഒരു ടേബിളിൽ ഇരുന്ന് സംസാരിക്കുന്നത്. ഖലീൽ ഹയ വന്ന ആ ദിവസം തന്നെ സമ്മതിച്ച് പീസ് ഡീൽ അങ്ങ് ഒപ്പിട്ട് അതാണ് ചെയ്തത്. കുറച്ചൊക്കെ മൽപ്പിടുത്തം പിടിച്ചു നോക്കി. അത് ജസ്റ്റ് നമ്മൾ പേടി മുഖത്ത് കാണിക്കാൻ പാടില്ലല്ലോ. ഞാൻ പേടിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാത്ത രീതിയിൽ വന്നിരുന്ന് സംസാരിച്ച് നമ്മളെ കുറച്ചൊക്കെ മൽപ്പിടുത്തം പിടിച്ച് 2-3 ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇതാണ് സംഭവിച്ചത്. അതുപോലെ സ്വീഡന്റെ സൈഡിൽ നിന്ന് ഗ്രേറ്റ തൻബർഗിന് ഈ പീസിന്റെ നൊബേൽ സമ്മാനം കൊടുക്കണം. അവർ ഇത്രയും വലിയ ഫ്ലോട്ടില ടീമിനെ നയിച്ചതാണ്, അതിന് തുടക്കം കുറിച്ച ആളാണെന്നുള്ള നിലയിലൊക്കെ ഗ്രേറ്റ തൻബർഗിന്റെ പേരും കൂടി ഈ നൊബേൽ സമ്മാനത്തിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിരുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതായത് ഓരോരുത്തരും ഈ സാമൂഹ്യ സേവനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുന്നതിന്റെ പുറകിലുള്ള ആ ഒരു ലക്ഷ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കോണം. മനസ്സിലായോ? ഈ നൊബേൽ സമ്മാനം എന്ന് പറഞ്ഞാൽ ജീവിതകാലം മൊത്തം ഇരുന്ന് തിന്നാം, തലമുറകൾക്ക് ഇരുന്ന് തിന്നാൻ പറ്റുന്ന രീതിയിലുള്ള പൈസയാണ് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന്റെ പുറകിൽ ഈ കളികളൊക്കെ ഉണ്ട്. ഈ സോഷ്യൽ സർവീസ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാർ, ഇതേപോലെ ഗ്രേറ്റ തൻബർഗ്, ഇവരുടെയൊക്കെ പുറകിലുള്ള ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഇവരുടെയൊക്കെ ഉള്ളിലുള്ള കാഴ്ചപ്പാട് എന്താണ്? ഒരു ബോട്ട് എടുത്ത് ഇങ്ങനെ കടലിലൂടെ ഇറങ്ങി വരുന്നത് എങ്ങനെയാണ് ഒരു സോഷ്യൽ സർവീസ് ആയിട്ട് മാറുന്നത്? ഒരു ബോട്ടിൽ വെള്ളം പോലും കൊണ്ടുവന്നിട്ടില്ല ഈ ഗാസ ജനങ്ങൾക്ക് കൊടുക്കാൻ. എന്നിട്ട് ഇസ്രായേൽ വെള്ളം തന്നില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞ ആളാണ് ഗ്രേറ്റ തൻബർഗ്. അപ്പൊ ശരിക്കും ഈ ഇസ്രായേലിന്റെ നെസറ്റിന്റെ ഉള്ളിൽ ബെൻഗിവർ ചോദിക്കുകയാണ്. ബെൻഗിവർ എണീറ്റ് ഇങ്ങനെ പറയാം, ഈ ഒബ്സർവേറ്ററി കൗണ്ടറിലാണ് ഇരിക്കുന്നത് നമ്മുടെ സ്റ്റീവ് വിറ്റ്കോഫ്. അപ്പൊ പറയാണ് ഞാൻ ബെൻഗിവർ ആണെന്ന് പറയുന്നത്. അപ്പൊ സ്റ്റീവ് വിറ്റ്കോഫ് പറയാണ് എനിക്കറിയാമെന്നാണ് പറയുന്നത്. പുള്ളിക്കാരൻ എനിക്കറിയാമെന്ന്. അതിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമാണ് എന്നുള്ള നിലയിൽ ഞാൻ ബെൻഗിവർ ആണ്, രാജ്യത്തിന്റെ സെക്യൂരിറ്റി മിനിസ്റ്റർ ആണ് എന്നാണ് പറയുന്നത്. പറഞ്ഞിട്ട് പറയാണ് എന്ത് തരത്തിലുള്ള ന്യായമാണ് നിങ്ങൾ നിരത്തുന്നത്? ഈ 2500 പേരെ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്നതിൽ ഏതാണ്ട് 650 ആൾക്കാർ
ഇതിനകത്ത് തീവ്രവാദികളാണ്, കൊടും ഭീകരന്മാരാണ്. ഇവരെ റിലീസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു? എങ്ങനെയാണ് ഇവരെ റിലീസ് ചെയ്തുകൊണ്ട് ഇസ്രായേലിന് ഒരു സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റുക എന്നുള്ള ചോദ്യം ഡയറക്റ്റായിട്ട് ഉന്നയിക്കുകയാണ്. അങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിച്ചപ്പോഴത്തേക്കും സ്റ്റീവ് വിറ്റ്കോഫ് ശരിക്കും പ്രബോധനം നടത്താനാണ് ശ്രമിക്കുന്നത്. അവിടെ പ്രബോധനം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നാവണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ക്ഷമിച്ചു കൊടുത്തൂടെ എന്നാണ് ചോദിക്കുന്നത്. ക്ഷമ എന്നൊക്കെയാണ് ഉള്ള വാക്കുകളൊക്കെ ഈ ഒരു ഡിപ്ലോമാറ്റിക് ഡീലിങ്സിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അത് ഞാനിപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അതായത് ഒരുത്തൻ നന്നാവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവന് ക്ഷമിക്കുക, അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രീച്ചിങ് ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും ബെൻഗൂർ പറഞ്ഞിരിക്കുന്നത് ഇത് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. എന്തായാലും ഞാൻ ഇപ്പോൾ ഒരു തീരുമാനം ഞാൻ എടുക്കുന്നില്ല. പക്ഷേ ഈ ഹമാസ് എന്ന് പറഞ്ഞ ആ ഒരു പ്രസ്ഥാനത്തിനെ മൊത്തത്തിൽ ഗാസയിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലിക്വിഡ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട നെതന്യാഹുവിന്റെ ഭരണത്തിനെ ഒരു രീതിയിലും ഞാൻ അനുകൂലിക്കില്ല. ഇപ്പോഴും എപ്പോഴും ഫ്യൂച്ചറിലും ഞാൻ ഈ പാർട്ടിയോടൊപ്പം നിൽക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇസ്രായേലിന്റെ ഉള്ളിൽ ഇത് പാസ്സാക്കിയിരിക്കുന്നത്. അപ്പൊ ഇസ്രായേലിന്റെ ഉള്ളിൽ ഫേസ് 1 എഗ്രിമെന്റിന്റെ ആ ഡീല് പാസ്സായിട്ടുണ്ട് നെസറ്റിൽ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി പറഞ്ഞു വന്നത്. ഈ യുദ്ധം നിർത്തിയതുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രഖ്യാപനം രാത്രി 3 മണിക്ക് വന്നപ്പോഴത്തേക്കും ഒരുപാട് ആഘോഷങ്ങൾ നടന്നു. അപ്പൊ അതിന് പിറ്റേ ദിവസം ഇന്നലെ ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ നടന്നു. അതിൽ ഒരുപാട് കുട്ടികൾ അതിനകത്ത് ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുന്ന രംഗങ്ങളും പിന്നെ അവർ പ്രാർത്ഥിക്കുന്ന രംഗങ്ങളും പല രീതിയിലുള്ള രംഗങ്ങൾ പബ്ലിക് ഡൊമൈനിൽ കിടപ്പുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചോദ്യമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് അതിന് തൊട്ട് തലേദിവസം 9-ാം തീയതി UNRWA അതുപോലെ യുണൈറ്റഡ് നേഷൻസിന്റെ ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഈ സംഘടന ഗാസയ്ക്കുള്ളിൽ ഏതാണ്ട് 459ഓളം കുട്ടികൾ മാൽന്യൂട്രീഷൻ, നല്ല രീതിയിലുള്ള പോഷകാഹാരക്കുറവ് നേരിടുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തയാണ് വന്നിരുന്നത് 9-ാം തീയതി. അതായത് എത്രയോ ആയിരം കുട്ടികൾ മരിക്കുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഒരു പ്രഖ്യാപനം വന്ന ഉടനെ കുട്ടികളെല്ലാം തന്നെ വളരെ സന്തോഷത്തിൽ വളരെ ഹെൽത്തി ആയിട്ട് അവിടെ തുള്ളിച്ചാടുന്ന രംഗമാണ് കാണാൻ കഴിഞ്ഞത്. ലോകത്തിന് തന്നെ അത് കാണാൻ കഴിഞ്ഞത്. അപ്പൊ ഇത് ഇന്നലെ വന്ന വാർത്തയും ഇതും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള കോൺട്രാഡിക്ഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ പട്ടിണി, ഗാസയിലുള്ള പട്ടിണി എന്ന് പറയുന്നത് അതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആണെന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ. യാഥാർത്ഥ്യമാണ്. അതായത് ഈ ഒരു ബന്ദിമോചനം തുടങ്ങിക്കഴിഞ്ഞാൽ 600 ട്രക്ക് വെച്ചിട്ട് ഡെയിലി 7 ട്രക്ക് ഉള്ളിൽ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 600 ട്രക്കുകൾ പോകുമ്പോഴത്തേക്ക് റഫ ഭാഗത്തുള്ള ഗേറ്റ് ഈജിപ്തിലേക്കുള്ള എൻട്രൻസ് തുറക്കും. അത് തുറന്നു കഴിഞ്ഞാൽ ഈജിപ്ഷ്യൻ സൈഡിൽ വെളിയിൽ കിടക്കുന്ന വാഹനങ്ങൾക്കും അകത്തോട്ട് ഈ 7 ട്രക്കുകൾ അകത്തോട്ട് കയറി വരാം. ആ സാഹചര്യത്തിൽ UNRWA പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ 7 ട്രക്കുകൾ പുറത്തുനിന്ന് വരണമെന്നില്ല, ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഇപ്പോൾ 3 മാസത്തേക്ക് അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, അവർ ഡെലിവറി തടഞ്ഞു വെച്ചിരുന്നതാണ്. അവർ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഹമാസ് പറയുന്ന സ്ഥലങ്ങൾക്ക് മാത്രം ഈ എയ്ഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് അതായത് ഹമാസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പളം എന്നുള്ള രീതിയിൽ പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഈ എയ്ഡുകൾ കൃത്യമായിട്ട് അവർക്ക് ശമ്പളത്തിന്റെ ഇനത്തിൽ അവർ വിതരണം ചെയ്തിരുന്നു. അതിന് വേണ്ടിയിട്ട് ഹമാസ് കസ്റ്റഡിയിൽ എടുത്ത് വെച്ചിരുന്നതാണ് ഈ എയ്ഡ് സംവിധാനങ്ങൾ. ഇപ്പൊ പറയുന്നത് 3 മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ കംപ്ലീറ്റ് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ പറയുന്നത് 3 മാസത്തേക്ക് അവർക്ക് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 7 ട്രക്കുകൾ ഇത്ര ധൃതി പിടിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് ഈജിപ്ഷ്യൻ സൈഡിൽ നിന്ന് ഇപ്പൊ ഉടനെ കൊണ്ടുവരേണ്ടെന്നാണ് പറയുന്നത്. വേണ്ടിയിട്ട് പറഞ്ഞു ഇറ്റലിയുടെ സൈഡിൽ നിന്ന് എയ്ഡുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പുതിയ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇറ്റലി സൈഡിലുള്ള എയ്ഡ് ഇസ്രായേൽ വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഹമാസിന് വേണ്ടിയിട്ടുള്ള ഐറ്റങ്ങളാവാം അതിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇറ്റലിയിൽ നിന്നുമുള്ള ഒരു എയ്ഡ് വേണ്ടാന്നാണ് ഇപ്പൊ ഇസ്രായേൽ തീരുമാനമെടുത്തിരിക്കുന്നത്. പിന്നെ ഇസ്രായേൽ ലാസ്റ്റ് മിനിറ്റിൽ ഒരു ആക്രമണം നടത്തി. അതായത് ഡീൽ സൈൻ ചെയ്യുന്നത് 3 മണിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിയോടുകൂടി ഗാസയ്ക്കുള്ളിൽ ഒരു ആക്രമണം നടത്തി എന്നുള്ളൊരു വാർത്ത അൽ ജസീറ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ ഈ ഡീൽ വന്നതിനെ തുടർന്ന് പിന്നീട് ഈ ഡീൽ സൈൻ ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഡീൽ ഓക്കെയാണ്, യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതിയതിനെ തുടർന്ന് അൽ ജസീറ ഒരു വാർത്ത പിൻവലിക്കുകയായിരുന്നു. കാരണം വേറൊന്നുമില്ല, ഈ ഒരു ഹാപ്പി മൊമെന്റിൽ എന്തായാലും ആക്രമണങ്ങൾ തുടരെ ഇപ്പം 2 വർഷം കൊണ്ട് നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഒരു ആക്രമണം എടുത്ത് വലിയ രീതിയിലുള്ള വാർത്തയാക്കണം എന്ന് പറഞ്ഞിട്ട് അവർ പിൻവലിച്ചതായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പൊ ശരിക്കും യഥാർത്ഥത്തിലുള്ള വസ്തുത പുറത്തു വന്നിട്ടുണ്ട്. വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് മിനിറ്റിൽ ഒരു IDF സോൾജറിനെ ഈ ഹമാസ് ലാസ്റ്റ് മിനിറ്റിൽ തോക്കെടുത്ത് ഒരു ഇസ്രായേലി സോൾജറിനെ വെടിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാനാണ് ആ മൊമെന്റിൽ തന്നെ ആ ബിൽഡിംഗ്, ഏത് ബിൽഡിംഗിൽ നിന്നാണോ ഈ തോക്കെടുത്ത് അറ്റാക്ക് നടത്തിയത് ആ ബിൽഡിങ്ങിന്റെ മേളിൽ പ്രിസൈസ് ആയിട്ട് ഒരു ആക്രമണം ലാസ്റ്റ് മൊമെന്റിൽ 2 മണിക്ക് ശേഷം രാത്രി ഈ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയത്. അത് കഴിഞ്ഞിട്ട് 3 മണിയാകുമ്പോഴാണ് ഡീൽ ഓക്കെ ആവുന്നത്. അപ്പൊ ഈ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നതിന്റെ കാരണം കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നൊബേൽ സമ്മാനം കിട്ടാതെ ട്രംപ് തിങ്കളാഴ്ച ഇസ്രായേലിലേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും കുറെ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.